നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ദിവസവും ഒരു 20 മിനിറ്റ്സ് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യായാമത്തിൽപ്പെട്ട ഒന്നാണ് റെഗുലർ ആയിട്ടുള്ള നടത്തം. റെഗുലറായിട്ട് ഒരു 20 to 45 മിനിറ്റ്സ് നടക്കുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു 30% ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും റെഗുലറായിട്ട് ഒരു 20 to 45 മിനിറ്റ്സ് നടക്കുന്നത്. ഡെയിലി നടക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കും, ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും വളരെയധികം നല്ലതാണ്. നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന ഹോർമോൺസ് ആയ എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. പല റിസർച്ചുകളും പറയുന്നുണ്ട് റെഗുലർ ആയിട്ടുള്ള നടത്തം നമ്മുടെ ഉത്കണ്ഠയും വിഷാദവും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യും എന്നത്. ആൻസൈറ്റിക്കും ഡിപ്രഷനും വേണ്ടി മെഡിസിൻ കഴിക്കുന്നവർ തീർച്ചയായിട്ടും അതിനോടൊപ്പം നടക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഗുലർ ആയിട്ടുള്ള ഒരു നടത്തം. റെഗുലർ ആയിട്ടുള്ള നടത്തം ബ്രെയിനിന്റെ ഫങ്ഷൻസിന് വളരെയധികം നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അൾഷിമേഴ്സ് രോഗം വരുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും ഒരു 20 മുതൽ 45 മിനിറ്റ് വരെ റെഗുലർ ആയിട്ട് നടക്കുന്നത് കൊണ്ട് സാധിക്കും. അല്ല, നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള നടത്തം നമ്മുടെ ശരീരത്തിലെ അധികമായിട്ടുള്ള കൊഴുപ്പ് ബേൺ ചെയ്ത് കളയാൻ സഹായിക്കും. അതുകൊണ്ട് ദിവസവും ഒരു 20 മുതൽ 45 മിനിറ്റ് വരെ നടക്കുന്നത് നമ്മുടെ ശരീരഭാരം അതുവഴി കുറയ്ക്കാൻ. റെഗുലർ ആയിട്ടുള്ള നടത്തം നമ്മുടെ എനർജി ലെവല് വർദ്ധിപ്പിക്കും. നമ്മുടെ മസിൽസിനെയും ബോൺസിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിക്കും. മസിൽ വീക്ക്നെസ് ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള ബോൺ സംബന്ധമായ അസുഖങ്ങൾ വരുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ റെഗുലർ ആയിട്ട് നടക്കുന്നത് കൊണ്ട് സാധിക്കും. മാത്രമല്ല, നമ്മുടെ ബ്രെയിനിലേക്ക് അതുപോലെ നമ്മുടെ മസിൽസിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ വർദ്ധിപ്പിക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഒക്കെ റെഗുലറായിട്ട് നടക്കുന്നത് വളരെയധികം നല്ലതാണ്. റെഗുലറായിട്ട് ഒരു 20 മുതൽ 45 മിനിറ്റ് വരെയെങ്കിലും നടക്കുന്നതാണ് കൂടുതൽ നല്ലത്. തുറസായ സ്ഥലത്ത് നടക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബോൺ ഡെൻസിറ്റി വർദ്ധിപ്പിക്കാനും നമ്മുടെ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും റെഗുലർ ആയിട്ടുള്ള നടത്തം കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാത്തത് പലർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള നടത്തം ഒരു ബെറ്റർ ഓപ്ഷനാണ് രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാനായിട്ട്. അതുകൊണ്ട് ദിവസം ഒരു 20 മുതൽ 45 മിനിറ്റ് വരെ കൃത്യമായിട്ട് ഡെയിലി നടക്കുകയാണെങ്കിൽ രാത്രിയിലുള്ള ഉറക്കക്കുറവിന് അതൊരു പരിഹാര മാർഗം കൂടിയാണ്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടും ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് നടത്തം. സ്ട്രെസ് മൂലം നമ്മുടെ ശരീരത്തിലേക്ക് കോർട്ടിസോൾ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുകയും പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള നടത്തം ഈ കോർട്ടിസോളിന്റെ റിലീസ് കുറയ്ക്കുകയും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. അതുവഴി മനസ്സ് കൂടുതൽ ക്ലിയർ ആവുകയും അതുപോലെ മനസ്സ് നല്ലൊരു റിലാക്സ്ഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള നടത്തം വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമവും കൂടിയാണ് റെഗുലർ ആയിട്ടുള്ള നടത്തം. ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒന്നാണ്. അതുകൊണ്ട് റെഗുലറായിട്ട് ഒരു 20 മുതൽ അല്ലെങ്കിൽ 20 to 45 മിനിറ്റ്സ് റെഗുലറായിട്ട് നടക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.